നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഓഫ് കേരള എന്ന പാഠഭാഗമാണ്. ആദ്യം പത്മനാഭപുരം പാലസിനെ കുറിച്ചിട്ടാണ്, പത്മനാഭപുരം പ്ലേസിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ജില്ലയിലെ കന്യാകുമാരിയിലാണ് പത്മനാഭപുരം എന്ന ടൗണിലാണ് ഈ പത്മനാഭപുരം ടെമ്പിൾ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പത്മനാഭപുരം ആദ്യമായിട്ട് ഒറിജിനലി അറിഞ്ഞിരുന്നത് കൽക്കുളം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പം ഒരു കാലത്ത് രാജ്യത്തിന്റെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു സ്ഥലം കൂടെയായിരുന്നു ഈ ഒരു കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരം എന്ന് പറയുന്നത്. അപ്പൊ കൽക്കുളം എന്തുകൊണ്ടും ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ അവർക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്ട്രാറ്റജിക് മൗണ്ടൻ റേഞ്ചസും വെസ്റ്റ് ഗാർഡും തന്നെയായിരുന്നു ഇവിടെ പത്മനാഭപുരം ടൗണിൽ ഒരു പാലസ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയിരുന്നത്. അപ്പം ഇവിടേക്ക്, അതായത് ഈ പാലസിന്റെ നാച്ചുറൽ പ്രൊട്ടക്ഷനും സെറ്റിൽമെന്റും ഒക്കെയാണ് ഈ ഒരു വെസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഇവിടേക്ക് രാജകുടുംബങ്ങളെയും മറ്റു കുടിയേറ്റക്കാരെയും ഒക്കെ ആകർഷിച്ച ഒരു കാര്യമാണ് ഫാം ലാൻഡും പ്ലെന്റിഫുൾ വാട്ടർ സപ്ലൈയും. അതാണ് ഇവിടുത്തെ രാജകീയ കുടുംബങ്ങളെയും മറ്റ് ആൾക്കാരെയും ഒക്കെ ആകർഷിച്ചിരുന്ന ഒരു കാര്യം. അപ്പൊ കൽക്കുളത്തെ കൊട്ടാരവും തിരുവിതാംകൂട്, കേരളപുരം, ഇറനിയിൽ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരങ്ങളും പടവീട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല മധുരയിലെ നായകന്മാരിൽ നിന്ന് പ്രദേശം സുരക്ഷിതമായിട്ട് വേണാട് ഭരണാധികാരികൾക്ക് 10,000 അങ്ങനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വേണാട് ഭരണാധികാരികൾക്ക് 10,000-ഓളം സോൾജേഴ്സ് പോലെ 10,000-ഓളം സൈനികരുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു സോൾജർ പട്ടാളം തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് ഡച്ച് ക്യാപ്റ്റൻ ജോൺ ന്യൂഹോഫ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പാലസിലെ പ്രൈമറി എൻട്രൻസ് പറയുന്നത് മുഖ്യ പാലസ് എന്നാണ്. പ്രൈമറി എൻട്രൻസിന്, ഈ ഒരു പാലസിന്റെ പ്രൈമറി എൻട്രൻസിനെ മുഖ്യ പാലസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു എൻട്രൻസ് മെറ്റൽ സ്പൈക്സും സ്റ്റഡി വാൾസും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചത്. അതായത് ദൂരെയുള്ള, അതായത് എക്സ്റ്റേണൽ ത്രെഡ്സിനെ ചെറുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രൈമറി മുഖ്യ പാലസ് ഈ ഒരു മെറ്റൽ സ്പൈക്സ് വെച്ചിട്ടും സ്റ്റഡി വാൾ കൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു ഗേറ്റ് വേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പടിപ്പുരയിലേക്കാണ്. അപ്പം ഈ ഒരു പടിപ്പുരയുടെ ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ ഒരു അപ്പർ സ്റ്റോറി ആയിട്ട് നമുക്ക് ഒരു ഔട്ടർ സ്റ്റോറി ഉണ്ട്. അതിനെ നമ്മൾ നടമാലിക എന്നാണ് പറയുന്നത്, നടമാലിക. അപ്പം അത് ഈ ഒരു പാലസിന്റെ വേരിയസ് സെക്ഷൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് നടമാലിക. അപ്പൊ നടമാലികയുടെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ കാണുന്നത് കോർട്ട്യാർഡിലേക്കാണ്. അതായത് കോർട്ട്യാർഡിലേക്ക് തുറക്കപ്പെടുന്ന ഒരു ജനാല, വിൻഡോ ഉള്ളൊരു റൂമാണ്, ഒരു സെക്ഷനാണ് നടമാലിക. അപ്പം പൂമുഖ മാളികയാണ് ഈ ഒരു പാലസിന്റെ ഏറ്റവും കൂടുതലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു ബിൽഡിംഗ് ആണ് തായ് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. അപ്പൊ തായ് കൊട്ടാരത്തിന്റെ ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചർ 4 കെട്ടിന്റെ ഫോമിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പാലസിന്റെ വലിയ ഊട്ടുപുരയും ഉണ്ട്, ഹോമപുരയും ഉണ്ട്. അപ്പൊ ഈ വലിയ ഊട്ടുപുര എന്ന് പറയുന്നത് ഒരു ഡബിൾ ഡൈനിങ് റൂമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ നൽകിക്കൊണ്ടിരുന്നത് ഈ ഒരു വലിയ ഊട്ടുപുരയിലാണ്. ഈ ഹോമപുര എന്ന് പറയുന്ന ഒരു പ്ലേസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലാണ് ഇവര് ഗോഡിന്റെ വർഷിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങളൊക്കെ നടത്തി പോന്നിരുന്ന പെർഫോം ചെയ്തിരുന്ന ആ ഒരു സെക്ഷനാണ് ഹോമപുര എന്നറിയപ്പെടുന്നത്. മാത്രമല്ല നവരാത്രി മണ്ഡപം പെർഫോം ചെയ്തിരുന്നത് ആ ഒരു പെർഫോമൻസ് നടന്നിരുന്നത് ഒരു വലിയൊരു ഹാളിലാണ്. ആ ഒരു ഹാള് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്, നവരാത്രി മണ്ഡപം. അപ്പം ഈ ഒരു മണ്ഡപം വിജയനഗര സ്റ്റൈലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻട്രിക്കേറ്റ് ഫ്ലോറിലും ജിയോമെട്രിക് പാറ്റേൺസും ഡാൻസ് പോസസും ഒക്കെ കമ്പൈൻ ചെയ്ത ഒരു റൂം, അങ്ങനെയാണ് ഈ ഒരു മണ്ഡപത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് പത്മനാഭപുരം ടെമ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പാലസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.
അടുത്തത് ബേക്കൽ ഫോർട്ട് ആണ്. അപ്പം ഇതൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ പോർഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിക്ക് ഒരു ഔട്ടർ എന്താണ് ആ ഒരു പാലസ് എന്താണ് എന്നുള്ള കാര്യമാണ് അറിയാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ പാലസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ് ആയതെന്ന് പറഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട കവാടങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പത്മനാഭപുരം പാലസിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. അടുത്തത് ബേക്കൽ ഫോർട്ട് ആണ്. അപ്പൊ ബേക്കൽ ഫോർട്ട് കേരളത്തിലെ ഒരു ലാർജസ്റ്റ് ഫോർട്ട് ആയിട്ട് അറിയപ്പെടുന്നതാണ് ഒരു ബേക്കൽ ഫോർട്ട്. അപ്പൊ അത് ശിവപ്പ നായകയാണ് 1650 ശിവപ്പ നായിക കൺസ്ട്രക്ട് ചെയ്തതാണെന്നാണ് ബേക്കൽ ഫോർട്ടിന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതൊക്കെ കേരളത്തിലുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാനുള്ളത്. അപ്പം ഈ കോട്ട കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ഒരു ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു കോട്ടയുടെ ചുറ്റും ഒരു 1/4 ഭാഗവും കടലായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച വാട്ടർ ടാങ്ക്, മാഗസിൻ, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഒക്കെയാണ് ഈ ഒരു ബേക്കൽ ഫോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് എല്ലാ ആൾക്കാരെയും ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കോട്ടയുടെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ കടൽ തീരത്തിന്റെയും കാഞ്ഞങ്ങാട്, പള്ളിക്കര, ബേക്കൽ, കൗവൽ, കോട്ടിക്കുളം, ഉദുമ പട്ടണങ്ങളുടെയും കാഴ്ചകൾ നമുക്ക് കാണാമെന്നാണ് പറയുന്നത് ഈ കോട്ടയുടെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ. അപ്പൊ കോട്ടയുടെ സിഗ്ബാസ് കവാടവും ചുറ്റുമുള്ള മതിലുകളും ഒക്കെ അതിന്റെ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പാലസ് പറഞ്ഞു, പത്മനാഭപുരം പറഞ്ഞു. അപ്പം അതും ഇതേപോലെ മെറ്റൽ കൊണ്ടൊക്കെയും അതേപോലെ സ്റ്റഡി വാൾസ് കൊണ്ടൊക്കെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കോർട്ടില് പുറത്തെ വാൾസിലായിട്ട് ഒരുപാട് ഹോൾസ് ഉണ്ട്. അപ്പം ഈ ഹോൾസ് ഒക്കെ നേവൽ അറ്റാക്സിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. കൂടാതെ ഈ വാൾസിന് തന്നെ അപ്പർ മോസ്റ്റ്, അതായത് മുകളിൽ ഉള്ള ഹോൾസ് ദൂരെയുള്ള ആൾക്കാരെ എയിം ചെയ്യാൻ, ദൂരെ നിന്ന് വരുന്ന ത്രെഡ്സിനെ ചെറുക്കാനും, താഴെയുള്ള ഹോൾസ്, ലോവർ പാർട്ടിലുള്ള ഹോൾസ് അടുത്തുള്ള ത്രെഡ്സിനെ ചെറുക്കാൻ വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഡച്ചുകാർ നിർമ്മിച്ച കണ്ണൂരിലെ തലശ്ശേരി കോട്ടയും സെന്റ് ആഞ്ചലോ കോട്ടയും പോലെയാണ് ഇതിന്റെ നിർമ്മിതി എന്നും കൂടെ പറയപ്പെടുന്നു. അടുത്തത് പാലക്കാട് ഫോർട്ടാണ്. അപ്പൊ പാലക്കാട് ഫോർട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോർട്ട് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് കുക്കിങ്ങിനാണ് ഈ ഒരു ഫോർട്ട് പ്രാധാന്യം പറയുന്നത്. അപ്പം AD 1766 സുൽത്താൻ ഹൈദരലിയാണ് ഇത് തിരിച്ചു പിടിച്ച് ഗംഭീരമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തതെന്നും പറയപ്പെടുന്നു. അപ്പം ഇത് കേരളത്തിലെ ഇന്നും ഏറ്റവും കൂടുതലും നന്നായി നിൽക്കുന്ന ഒരു ഓൾഡസ്റ്റ് ഫോർട്ട് ആയിട്ടാണ് പാലക്കാട് ഫോർട്ടിനെ അറിയപ്പെടുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ടിപ്പുവിന്റെ കോട്ട ഈ ഒരു പാലക്കാട് ഫോർട്ടിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും മൈസൂരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഒക്കെയാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ എന്ന നിലയിൽ പാലക്കാടിന്റെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പം ഇത് ബാക്കിയുള്ള തെക്കൻ നാടുകളേക്ക് സംരക്ഷിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സൈനിക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടെ നിർമ്മിക്കപ്പെട്ട ഒരു ഫോർട്ടാണ് പാലക്കാട് ഫോർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈദരലിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഈ ഒരു ഫോർട്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നിരുന്നത്. 1790 കോട്ട ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയാണ് പിന്നീടും. ഇത് ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ പാലക്കാട് ഫോർട്ടും മെയിനായിട്ട് സൈനികരുടെ, അതായത് തെക്കൻ നാടുകളുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തുറക്കപ്പെട്ട ഒരു വാതിൽ എന്ന നിലയ്ക്കാണ് ഈ ഒരു ഫോർട്ടിനെ കാണുകയും ഇവിടെ ഒരു സൈനികരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫോർട്ടാണ് പാലക്കാട് ഫോർട്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും അതേപോലെ ത്രെഡ്സുകളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ കേരളത്തിലെ ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് മൂന്ന് ഫോർട്ടുകളെ കുറിച്ചിട്ടാണ്. ഒന്ന് പത്മനാഭപുരം പാലസ് പറഞ്ഞു, പിന്നീട് ബേക്കൽ ഫോർട്ട് പറഞ്ഞു, പിന്നെ പാലക്കാട് ഫോർട്ട് പറഞ്ഞു. അപ്പൊ ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് മറ്റുള്ള ആൾക്കാരെ, അതായത് എക്സ്റ്റേണൽ ത്രെഡ്സിനെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഓരോ പാലസിലും ഓരോ രീതിക്ക് അതിനായിട്ട് കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്.
അതായത് ഇപ്പൊ കൽക്കുളം ഈ ഒരു പത്മനാഭപുരം പാലസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് കണക്കാക്കിയതിന് പോലും കാരണം അവിടെയുള്ള വെസ്റ്റ് ഗാർഡ്സും അതേപോലെ മൗണ്ടെയിൻ റേഞ്ചസും ഒക്കെയാണ്. അപ്പം അത് എക്സ്റ്റേണൽ ത്രെഡ്സിനെ ചെറുക്കും എന്നുള്ള രീതിക്കാണ് അത് ഉണ്ടാക്കിയത്. പിന്നീട് നമ്മൾ പറഞ്ഞു ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിന്റെ പുറത്ത് അതായത് വാൾസിൽ ഒരുപാട് ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നേവൽ അറ്റാക്സിനെ ചെറുക്കാൻ വേണ്ടിയിട്ടും മുകളിലുള്ള ഹോൾസ് ദൂരെയുള്ള ത്രെഡ്സിനെ ചെറുക്കാനും ലോവർ പാർട്ടിലുള്ള ഹോൾസ് അടുത്തുള്ള ത്രെഡ്സിനെ ചെറുക്കാനും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് പാലക്കാട് ഫോർട്ട്. അതായത് തെക്കൻ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈനികർക്കുള്ള ഒരു സൈനിക വ്യൂഹമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പാലക്കാട് ഫോർട്ടും കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് സിമിലർ ആയിട്ട്, അതായത് ഇപ്പൊ പത്മനാഭപുരം പാലസ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിന് സിമിലർ ആയിട്ട് വരുന്ന ബാക്കി 2 ഫോർട്ടുകളാണ് ബേക്കൽ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് അതിന്റെയും സവിശേഷതകളൊക്കെ കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു അധ്യായം കൂടെയാണ് ഇത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു.